ഞാൻ ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിരുന്ന സമയത്തും ഒരു ഡിഗ്രി ടൈമിലൊക്കെയും ഞാൻ കേട്ട ഒരു വാക്കാണ് കേട്ടോ. പെമ്പിളേരെ കൊണ്ട് വലിയ യൂസൊന്നുമില്ല, വേസ്റ്റാണ് പഠിപ്പിക്കുന്നതും എല്ലാം വേസ്റ്റാണ്. ആമ്പിളേരാണെന്നുണ്ടെങ്കിൽ മൂത്തത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ടേ ഉപകാരമുള്ളൂ, അതാണ് യൂസ്ഫുൾ എന്നുള്ളത്. ശരിക്കും അന്ന് കേട്ടതുണ്ടല്ലോ, ഇന്നും എൻ്റെ മനസ്സിൽ ഒരിക്കലും മായാതെ ഇങ്ങനെ തികട്ടി എപ്പോഴും വരും. ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണ് നിറയും. കാരണം ഞാൻ ആ ഒരു കാര്യം കേട്ടത് എന്നെ എക്സാമ്പിൾ വെച്ചിട്ടാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ഓണത്തിൻ്റെ ദിവസത്തിലാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ആ പറഞ്ഞ ആളുടെ ആ ഒരു മനസ്സ് എത്രത്തോളം കട്ടിയുള്ളതും അല്ലെങ്കിൽ ദുഷിപ്പ് നിറഞ്ഞ മനസ്സായിരിക്കുമല്ലേ. കാരണം നമുക്കത് കേൾക്കുന്ന ഒരു പെൺകുട്ടിക്ക്, എനിക്ക് 10, 16, 17 വയസ്സൊക്കെ ഉള്ളൂ ആ സമയത്ത്. ഇത് പലതവണ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു MBAക്ക് പഠിച്ച സമയത്ത് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരാളെ, വളർന്നു വരുന്നതേ ഉള്ളൂ, ആളെ എത്രത്തോളം അത് മുറിവേൽപ്പിക്കും എന്നുള്ളത് പറയുന്ന വ്യക്തി ചിന്തിക്കുന്നില്ല. അതിലുപരി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആർക്ക് വേണ്ടി ചെയ്തു കൊടുത്താലും അവരതൊന്നും ആലോചിക്കാതെ അവരുടെ ചില മണ്ടൻ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള കുറേ തത്വങ്ങൾ പറയും. ചില പഴയ ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് കേട്ടോ. അവരുടെ വിചാരം അവരിങ്ങനെ പറയുന്ന കുറേ ബുൾഷിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ അടിച്ചുവിടും. കുറേ ആൾക്കാർ കുടുംബം വലിയ എന്തോ സാഹിത്യം പറയുന്നുള്ള രീതിയിൽ കുറേ ആൾക്കാരുടെ മുന്നിൽ, കുറേ അപ്പാപ്പന്മാരുടെ മുന്നിൽ, കുറേ അമ്മായിമാരുടെ മുന്നിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിടും. അപ്പം അതിന് വിക്ടിം ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു തലമുറയിലെ ആൾക്കാരെ നിർത്തിയിട്ടായിരിക്കും. അപ്പം അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും, അവരെ തകർത്ത് കളയുമോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എടുത്ത് മാറ്റാൻ പോലും സാധിക്കില്ല എന്ന് പോലും ചിന്തിക്കാനായിട്ട് കഴിയാതെ എങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമെന്ന് ഞാൻ അന്നും ഇന്നും എപ്പോഴും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. റിയാലിറ്റി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു മുറിവിനെ എടുത്ത് മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അത്രയും സ്ഥാനം കൊടുത്തിരുന്ന, പക്ഷേ അന്ന് കൊടുത്ത ആ ഒരു സ്ഥാനമൊന്നും ഇപ്പം എൻ്റെ മനസ്സിലില്ല. കാരണം അത് കാലം തെളിയിച്ചു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ തെളിയിച്ചു. നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ഥാനം വെറുതെയാണെന്നുള്ളത്, വേർഡ്ലെസ് ആണെന്നുള്ളത് അയാൾ തന്നെ പ്രൂവ് ചെയ്തു. അപ്പോൾ അവർക്ക് ബോധമില്ല എന്നുള്ളത് അവർ പ്രൂവ് ചെയ്തു എന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടിയ ആ ഒരു മുറിവ് ഒരിക്കലും അങ്ങ് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി.